ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിരിക്കുന്നോ? ഞാനിന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു പനീർ കൊണ്ടുള്ള പനീർ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കിയാലോ. പനീർ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം പനീറാണ്. പനീർ മാഗ്നേറ്റ് ചെയ്യാം. അപ്പോൾ പനീർ മാഗ്നേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് കട്ട തൈര് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, സാദാ മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നാരങ്ങയുടെ നീര്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഫ്രഷ് കസ്തൂരി മെത്തിയാണ്. അതായത് നമ്മുടെ ഉലുവയില നല്ലതുപോലെ കശക്കി ചേർത്ത് കൊടുക്കാം. കസ്തൂരി മെത്തി, അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പനീർ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് വയ്ക്കുക. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ബിരിയാണിക്കുള്ള അരി വേവിച്ചെടുക്കാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. ജീരകശാല 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. അടുത്ത് നമുക്ക് അരി വേവിക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ലീഫ് ചേർത്തിട്ടുണ്ട്, 1 സ്റ്റാർ ചേർത്തിട്ടുണ്ട്, ഏലക്കായ്, ഗ്രാമ്പു, കറുകപ്പട്ട കൂടെ ചേർക്കുകയാണ് കേട്ടോ. കുറച്ച് സൺഫ്ലവർ ഓയിലാണ്, അതിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നല്ല തിള വന്നിട്ടുണ്ട്. അപ്പോൾ അരി കംപ്ലീറ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവട്ടെ. ഇനി അരിയിലേക്ക് വേണ്ടത്ര ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അര വേവായിട്ടുണ്ട്. ഇനി നമുക്കതിനെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് ഒരു അടപ്പ് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവിയിലിരുന്ന് ഇത് വേവട്ടെ. ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണയുടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വറുത്തെടുക്കാനുള്ള സവോള ചേർത്ത് കൊടുക്കുകയാണ്. പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കിസ്മിസും സവോളയും ഫ്രൈ ചെയ്തെടുത്ത ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുകയാണ്. സവോള നല്ലതുപോലെ വാടി വരട്ടെ, വെയിറ്റ് ചെയ്യാം. തുറന്ന് നോക്കാം. ഉള്ളി ഇവിടെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. എരിവിനുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത്. നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടട്ടെ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കഷ്ണം പട്ട, 2 ഏലക്ക, 3-4 കുരുമുളക്, ഗ്രാമ്പു.
ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി ഞാൻ കട്ട് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്തെന്നാണ് തോന്നുന്നത്. സ്പൈസസൊക്കെ ഇതിൻ്റെ മണം നല്ല മണമാണ്. തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട്. കപ്പോളം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പുതിന ഇല കൂടെ ചേർത്ത് കൊടുക്കണേ. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പുതിനയിലയും മല്ലിയിലയും തക്കാളിയും എല്ലാം നല്ല ഒന്ന് വെന്ത് പരുവമാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി നല്ലതുപോലെ ഒന്ന് ചേർത്ത് ഇളക്കിയൊന്ന് വേവിപ്പിക്കാം. പച്ചമുളക് മാറിക്കിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. നല്ലതുപോലെ തന്നെ ഇളക്കി വേവിച്ചിട്ട് പനീർ മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂറോളം ഞാൻ വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പനീറൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി ഇനി ഇത് ദമ്മിലിരുന്നാണ് ഇത് വേവാനുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറായി ചെയ്ത് വെച്ചിരുന്ന റൈസ് ചേർത്ത് കൊടുക്കുകയാണേ. നമുക്ക് ദമ്മിടാം. നല്ല ഒട്ടാതെ കിട്ടിയിട്ടുണ്ട് അരി. ചോറ് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ദമ്മിൽ കിടന്ന് അത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. കുറച്ച് കാഷ്നട്ട്, കിസ്മിസ്, കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തത് ഇനി ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഒരു 3-4 പുതിന ഇല, ഒരു സ്റ്റെപ്പ് കൂടെ ചോറ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ 2 സ്റ്റെപ്പായിട്ട് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതേപോലെ കാഷ്നട്ടും കിസ്മിസ്, ഉള്ളി ഫ്രൈ ചെയ്തത്, സവാള ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കും. തീ വളരെയധികം കുറച്ച് വയ്ക്കുക. സാഫ്രോണും റോസ് വാട്ടറും യെല്ലോ ഫുഡ് കളറും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഒഴിക്കും കേട്ടോ. അത് അധികം വേണ്ട, ഓപ്ഷനാണ് ഇത്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ദമ്മിടാൻ പോകണേ. ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 15 മിനിറ്റോളം ദമ്മിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദമ്മിൽ നിന്ന് എടുക്കണേ കേട്ടോ. എന്തൊരു മണം! നല്ല പനീർ ബിരിയാണിയുടെ മണം. ഞാനിപ്പോൾ അത് ഒന്ന് എടുത്ത് കാണിക്കാം. ചോറൊക്കെ ഒന്നിനൊന്നോട് ചേരാതെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. പനീർ ഇത് പനീറിൻ്റെ പീസൊക്കെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഉടഞ്ഞു പോയിട്ടില്ല ഒന്നും. എന്തൊക്കെ സൂപ്പർ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിത് ഇവിടെ തയ്യാറാക്കിയ പനീർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ഉടനെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.